ഹലോ. അപ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസിലെ ഇനി നമുക്ക് എടുക്കാനുള്ള പാർട്ട് എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കാർബോഹൈഡ്രേറ്റും എടുത്തിട്ടുണ്ട്, പ്രോട്ടീൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എടുക്കാനുള്ളത് എൻസൈംസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. Life is possible due to the coordination of various chemical reactions in living organism. An example is the digestion of food, absorption of the appropriate molecule, and ultimately production of energy. അതായത് നമ്മുടെ ലൈഫ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എന്താണ് പല കെമിക്കൽ റിയേഷൻസും നടക്കുന്നുണ്ട്, നമുക്കറിയാം. ആ കെമിക്കൽ റിയേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം, അതിന് നല്ല കോർഡിനേഷൻ വേണം. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ നമ്മുടെ ലൈഫ് എന്താവുള്ളൂ, പോസിബിൾ ആയിട്ട് നേർക്ക് അത് നടക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡൈജഷൻ നടക്കുന്നുണ്ട്, ബ്ലഡിന്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈജഷൻ ഓഫ് ഫുഡ് ഉണ്ട്, അബ്സോർപ്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മോളിക്യൂള്, ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രൊഡക്ഷൻ ഓഫ് എനർജി. അപ്പൊ നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് എന്താ, ഫുഡ് കഴിക്കണം. എന്നിട്ട് ആ ഫുഡിന്റെ അകത്തുനിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മോളിക്യൂൾസ് ഉണ്ടാവില്ലേ, ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ആ മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കെമിക്കൽ ആയിട്ടുള്ള റിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. This process involves a sequence of reaction, and all these reactions occur in the body under very mild conditions. This occur with the help of certain biocatalysts called enzymes. അപ്പോ ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ബയോ കാറ്റലിസ്റ്റ് വേണം. അതിനെ നമ്മൾ എന്ത് പറയാ, എൻസൈംസ് എന്ന് പറയാം. അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മോളിക്യൂൾസ്, സ്മോൾ മോളിക്യൂൾസ് ഒക്കെ ആയി മാറണ്ടേ. അപ്പൊ ആ ഒരു റിയാക്ഷൻ എന്ത് വേണം, ഒരു എൻസൈംസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എൻസൈംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അവയുടെ ഫങ്ഷൻ എന്താണ്? ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, വേഗം റിയാക്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കും. അതായത് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. കെമിസ്ട്രിയിൽ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്താ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും, അത് റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്താണ്, ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അത് പങ്കെടുക്കൊന്നുമില്ല. നമ്മുടെ സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്തിട്ടല്ലേ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. അപ്പോൾ വേഗം സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്, അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, നമ്മളെ ശരീരത്തിൽ ഉള്ള കാറ്റലിസ്റ്റ് ആണ് തന്നെ എൻസൈംസ് എന്ന് പറയുന്നത്. നമ്മളെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ്. അപ്പൊ എൻസൈംസ് ഈ സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ആകെ ഫങ്ഷൻ എന്താണ്, ഈ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ആൻഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. എന്നിട്ട് പ്രൊഡക്റ്റ് പ്ലസ് എൻസൈം നമുക്ക് കിട്ടും. അപ്പൊ ഈ എൻസൈം എന്താണ്, ഈ റിയേഷനിൽ പങ്കെടുക്കൊന്നുമില്ല, അത് ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇതെന്താ ചെയ്യുക, ആക്ടിവേഷൻ എനർജി കുറക്കും. ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഓൾമോസ്റ്റ് all the enzymes are globular proteins. Enzymes are very specific for particular reaction and for a particular substrate. അതായത് ഇപ്പോൾ ഒരു സബ്സ്ട്രേറ്റിന് ഒരു എൻസൈം ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഇപ്പോൾ ഒരു എൻസൈംസ് യൂസ് ചെയ്തിട്ട് പല സബ്സ്ട്രേറ്റുമായിട്ടുള്ള റിയാക്ഷൻ നടത്താൻ കഴിയില്ല. സ്പെസിഫിക് ആയിരിക്കും എൻസൈംസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു സ്പെസിഫിക് എൻസൈം വേണം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിന് മാത്രമേ ആ ഒരു എൻസൈം ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ.
They are generally named after the compound or class of compounds upon which they work. For example, the enzyme that catalyzes hydrolysis of maltose into glucose is named as maltase. എന്താ പറയുന്നത്, ആ ഒരു റിയാക്ഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ജനറലി ആ എൻസൈംസിന് നമ്മൾ പേരിടുക. ഫോർ എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ മാൾട്ടോസിന്റെ ഹൈഡ്രോലിസിസ് സമയത്ത് എന്താണ് യൂസ് ചെയ്യുന്ന എൻസൈം ആണ് മാൾട്ടേസ്. അപ്പൊ മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തില് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പോൾ ആ മാൾട്ടേസ് എന്നുള്ള പേരെങ്ങനെയാണ് ആ എൻസൈമിന് വന്നത്? മാൾട്ടോസിന്റെ ഹൈഡ്രോളിസിസ് ആയതുകൊണ്ട്. സംടൈംസ് enzymes are also named after reaction where they are used. For example, the enzymes which catalyze the oxidation of one substrate with a simultaneous reduction of another substrate are named as oxidoreductase enzymes. അതായത് ഇപ്പോൾ ഒരു റിയാക്ഷനിൽ ഒരു സബ്സ്ട്രേറ്റിന്റെ ഓക്സിഡേഷൻ നടക്കുന്നു ആൻഡ് വേറൊരു സബ്സ്ട്രേറ്റിന്റെ റിഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്താ പറയാ, ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ പേരെന്താ? ഓക്സിഡോറിഡക്ടേസ് എൻസൈം. അപ്പോൾ എൻഡിങ് ഓഫ് ദ നെയിം ഓഫ് ആൻ എൻസൈം ഈസ് ASC. ആ ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിന്റെ എൻഡിങ്ങിൽ, നെയിമിന്റെ എൻഡിൽ എന്ത് നമ്മൾ എഴുതും? ASC എന്ന് എഴുതും. ഇനി അടുത്തത് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. Enzymes are needed only in small quantities for the progress of a reaction. Similar to the action of chemical catalyst, enzymes are said to reduce the magnitude of activation energy. And for example, activation energy for acid hydrolysis of sucrose is 6.22 kilojoule per mole, while the activation energy is only 2.15 kilojoule per mole when hydrolyzed by the enzyme sucrase. And mechanism for the enzyme action has been discussed. അപ്പോൾ ഈ എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആക്ടിവേഷൻ എനർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറക്കുക. ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ഈ സൂക്രോസിന്റെ ഹൈഡ്രോളിസിസിന് വേണ്ടുന്ന ആക്ടിവേഷൻ എനർജി എത്രയാ? 6.22 കിലോജൂള്. പക്ഷേ നമ്മളൊരു കാറ്റലിസ്റ്റ് ആയിട്ടുള്ള നമ്മളൊരു എൻസൈം ആയ സൂക്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ എനർജി എത്രയായിട്ട് മാറും? അത് 2.15 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ എന്താണ് എൻസൈം എന്ന് പറയുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? സബ്സ്ട്രേറ്റ് വേഗം പ്രൊഡക്റ്റ് ആയിട്ട് മാറില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എൻസൈം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു എൻസൈം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആണ്, കുറച്ച് മാത്രമേ ഉള്ളൂ അത്. ഇനി അടുത്ത പാർട്ടാണ് വിറ്റാമിൻസ്. വിറ്റാമിൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, നമ്മളിപ്പം ഓരോ ഫുഡ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയും വിറ്റാമിൻ K ഇതിലുണ്ട്, വിറ്റാമിൻ C ഇതിലുണ്ട്, വിറ്റാമിൻ K ഉണ്ട്, A ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ ഈ വിറ്റാമിൻ എന്ന് പറയുന്നത്? ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ തരുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. It has been observed that certain organic compounds are required in small amount in our diet, but their deficiency causes specific diseases. These compounds are vitamin. ഇപ്പോൾ വിറ്റാമിൻ എന്ന് പറയുന്നത് നമ്മുടെ അത് ചെറിയ അളവിൽ മാത്രമേ നമ്മുടെ ഡയറ്റിലൂടെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അതിന്റെ ഡെഫിഷ്യൻസി പല ഡിസീസസിനും കാരണം. വിറ്റാമിൻ നമുക്കിപ്പോ
സൂര്യനിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ആ വിറ്റാമിൻ ഡി നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ക്ഷീണവും അതുപോലെ തന്നെ ബോഡി പെയിന്, തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ വിറ്റാമിൻസ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. Most of the vitamins cannot be synthesized in our body, but plants can synthesize almost all of them. നമ്മുടെ ബോഡിയിലെ വിറ്റാമിൻസ്, എല്ലാ വിറ്റാമിൻസും നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്ലാന്റ്സിന് എന്താണ് ഓൾമോസ്റ്റ് എല്ലാ വിറ്റാമിൻസും സിന്തസിസ് ചെയ്യാൻ പറ്റും. സോ ദേ ആർ കൺസിഡേർഡ് ആസ് എസെൻഷ്യൽ ഫുഡ് ഫാക്ടേഴ്സ്. അതുകൊണ്ടാണ് പ്ലാന്റ്സ് നമ്മൾ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൽ ഇനഫ് amount of vitamins ഉണ്ട്. However, the bacteria of the gut can produce some of the vitamins required by us. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയും ചില വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. All the vitamins are generally available in our diet. നമ്മുടെ ഫുഡിലൂടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വിറ്റാമിൻസും നമുക്ക് കിട്ടുന്നുണ്ട്. Different vitamins belong to various chemical classes and it is difficult to define them on the basis of structure. They are generally regarded as organic compound required in the diet in small amount to perform specific biological function for normal maintenance of optimum growth. അതായത് നമ്മുടെ ലൈഫിലെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒപ്റ്റിമം ഗ്രോത്ത് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചില സ്പെസിഫിക് ഫങ്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എന്ത് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ okay named as ആയിട്ട് ഇതിനെ തിരിച്ചു. Vitamin is harmful അതുപോലെ തന്നെ എന്താ വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാലും എക്സസ് ആയി കഴിഞ്ഞാലും ഹാർംഫുൾ ആണ്. അതുകൊണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ വിറ്റാമിൻ പിൽസ് ഒന്നും കഴിക്കാൻ പാടില്ല. ചില പേഷ്യൻസിന് വിറ്റാമിൻ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് പിൽസ് ഒക്കെ കൊടുക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഡോക്ടർ പറയും ഇത് വിറ്റാമിൻ ഗുളികയാണെന്ന് പറയലുണ്ട്. അപ്പോ ഇത് നമ്മുടെ ശരീരത്തില് വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഈ പിൽസ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻസ് വരികയും അപ്പൊ അത് നമുക്ക് ഹാർംഫുൾ ആയിട്ട് മാറുകയും ചെയ്യും. The term vitamin was coined from the word vital plus amine. ഈ വിറ്റാമിൻ എന്ന് പറയുന്ന വേർഡ് എങ്ങനെ വന്നത്? വൈറ്റൽ പ്ലസ് അമീൻ എന്നുള്ളതിൽ നിന്നാണ്. സിൻസ് the earlier identified compounds had amino groups. Later work showed that most of them did not contain amino group. അതായത് നമ്മൾ ആദ്യകാലത്തൊക്കെ കണ്ടുപിടിച്ച ഈ വിറ്റാമിൻസിൽ എന്തുണ്ടായിരുന്നു? അമീനോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈറ്റൽ പ്ലസ് അമീൻ എന്ന് പേര് വന്നത്. പിന്നെ ലേറ്റർ ആയിട്ട് കണ്ടുപിടിച്ചതിൽ എന്തില്ല? അമീനോ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല. So the letter E was dropped and the term vitamin is used these days. ഇപ്പോ പണ്ടെന്തായിരുന്നു? വിറ്റാമിൻ MINE ഉണ്ടായിരുന്നു ലാസ്റ്റ്. ഇപ്പൊ എന്താണ് നമ്മുടെ ലേറ്റർ ആയിട്ട് നവ ഡേയ്സില് ലാസ്റ്റ് ആൽഫബറ്റ് ആയിട്ടുള്ള ഇ അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ
ഇനി അടുത്ത് നമ്മൾ വിറ്റാമിൻസിനെ കുറിച്ച് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റാമിൻസ് ആണ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വിറ്റാമിൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സോലിബിലിറ്റി ഇൻ വാട്ടർ ഓർ ഫാറ്റ് വെച്ചിട്ട്. ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ വിറ്റാമിൻസും ഉണ്ട്. ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ഇ ആൻഡ് വിറ്റാമിൻ കെ എല്ലാം എന്താ? ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആണ്. ദാറ്റ് ഈസ് വിച്ച് ആർ സോലുബിൾ ഇൻ ഫാറ്റ് ആൻഡ് ഓയിൽസ് ബട്ട് insoluble in water. They are stored in liver and adipose tissues. അപ്പോൾ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലിവറിലും അല്ലെ അഡിപ്പോസ് ടിഷ്യൂസിലായിരിക്കും. ഇനി അടുത്തതാണ് വാട്ടർ സോലുബിൾ വിറ്റാമിൻസ്. അപ്പോൾ വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് എക്സാമ്പിൾ ആണ് വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ സി. അതായത് അവ വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. ആൻഡ് അതെവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? Vitamin B and vitamin C are soluble in water, so they are grouped together. And water soluble vitamin must be supplied regularly in diet because they are readily excreted in urine and cannot be stored. അപ്പൊ എന്താണ്? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. വാട്ടർ സോലുബിൾ വിറ്റാമിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത വിറ്റാമിൻ ആണ്. അപ്പോ ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്? വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും. അപ്പോ ഇത് ഡെയിലി എന്തായി പോകും? എക്സ്ക്രീറ്റഡ് ആയി പോകും യൂറിനിലും അതുപോലെ തന്നെ സ്വെറ്റിലൊക്കെ കൂടെ. അപ്പോ നമ്മൾ ഡെയിലി എന്ത് ഇൻടേക്ക് ചെയ്യണം? വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും ഒക്കെയുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യണം. വിറ്റാമിൻ ബിയിലെ വിറ്റാമിൻ B12 സ്റ്റോർ ചെയ്യാൻ പറ്റും. വിറ്റാമിൻ B12 ഒഴികെ ബാക്കി വിറ്റാമിൻസ് എന്താണ്? അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ഏതിലൊക്കെയാ പ്രസന്റ് ആയിട്ടുള്ളത്? ഫിഷ്, ലിവർ ഓയിൽ, ക്യാരറ്റ്, ബട്ടർ ആൻഡ് മിൽക്ക്. അപ്പോ ഈ വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ആണ് സെറോഫ്താൽമിയ, അതായത് ഹാർഡനിങ് ഓഫ് കോർണിയ ഓഫ് ദ ഐ. കോർണിയ ഹാർഡ് ആവുന്ന ആ ഒരു ഡിസീസ് ആണ്. ആൻഡ് ഓൾസോ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും. ഇനി വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി ബെറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കും. ഈ വിറ്റാമിൻ B1 എവിടെയൊക്കെ കാണുക? അതിന്റെ സോഴ്സസ് ഏതൊക്കെയാ? ഈസ്റ്റ്, മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് സെറിയൽസ്. ആൻഡ് വിറ്റാമിൻ B2. വിറ്റാമിൻ B2ന്റെ വേറൊരു നെയിമാണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ B2 കാണുന്നത് മിൽക്ക്, എഗ് വൈറ്റ്, ലിവർ, കിഡ്നി ഒക്കെ കാണപ്പെടും. ഓക്കെ, ഇതിന്റെ വിറ്റാമിൻ B2ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? കിലോസിസ് ആൻഡ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ സ്കിൻ. ഇനി അടുത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ B6. വിറ്റാമിൻ B6 വേറൊരു നെയിമാണ് എന്ന് പറയുന്നത്. ഒക്കെ കാണുക, നമുക്ക് കാണാൻ പറ്റും. സോസ് ഏതൊക്കെയാണ്? ഈസ്റ്റ്, മിൽക്ക്, എഗ് യോക്ക് ആൻഡ് സെറിയൽസ് ആൻഡ് ഗ്രാംസിൽ. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി കൺവൾസിസ് എന്ന ഒരു ഡിസീസ് ഉണ്ടാക്കും. കൺവൾഷൻസ്. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് വിറ്റാമിൻ ഈസ് വിറ്റാമിൻ B12.
അതിന്റെ സോഴ്സസ് മീറ്റ്, ഫിഷ്, എഗ് ആൻഡ് കേർഡ് ഒക്കെയാണ്. അപ്പോൾ അത് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കും. അതായത് ഹീമോഗ്ലോബിനിൽ RBCന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. അടുത്തത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിന്റെ വേറൊരു നെയിമാണ് എസ്കോബിക് ആസിഡ്. അപ്പൊ അത് കാണപ്പെടുന്നത് സിട്രസ് ഫ്രൂട്ട്, അംല ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുക സ്കർവി. അപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലാസിയ ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിറ്റാമിൻസും അതിന്റെ സോഴ്സസ് ആൻഡ് അതിന്റെ ഡെഫിഷ്യൻസിയും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയില്ല. ഇനി രണ്ടെണ്ണം ഉണ്ട്, വിറ്റാമിൻ ഇയും വിറ്റാമിൻ കെയും. വിറ്റാമിൻ ഇന്റെ സോഴ്സ് ആണ് വെജിറ്റബിൾ ഓയിൽ ലൈക്ക് വീറ്റ്, ജെം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എക്സെട്ര. അപ്പൊ അതിന്റെ ഡിസീസ് ഏതൊക്കെയാണ്? ഇൻക്രീസ്ഡ് ഫ്രെഗിലിറ്റി ഓഫ് RBC ആൻഡ് മസ്കുലാർ വീക്ക്നെസ്. ഇനി അടുത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ സോഴ്സ് ഏതാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾ. അപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വിറ്റാമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും. ഇനി നമുക്ക് എടുക്കാനുള്ള പാട്ടാണ് ന്യൂക്ലിക് ആസിഡിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്താ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്? ഇപ്പൊ ഫസ്റ്റ് ഇവിടെ കൊടുത്തുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആദ്യം. Every generation of each and every species resembles its ancestors in many ways. അതായത് ഏതൊരു സ്പീഷീസ് ആയാലും, ഹ്യൂമൻ ബീങ്സ് ആയാലും, ആനിമൽസ് ആയാലും, പ്ലാന്റ്സ് ആയാലും, ഏതായാലും എന്താ ഉണ്ടാവുക? റിസംബ്ലൻസ് ഉണ്ടാവും ആൻസസ്റ്റേഴ്സും ആയിട്ട്. അതായത് നമ്മുടെ പൂർവികരുണ്ടാവൂലേ, നമ്മളെ ജനറേഷന് പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷൻ, സോ അവരുമായിട്ട് എന്താ ഒരു കോമൺ റിസംബ്ലൻസ് കാണാൻ പറ്റും. അത് ഏത് സ്പീഷീസ് എടുത്താലും. അപ്പോൾ how are these characteristics transmitted from one generation to next? It has been observed that nucleus of a living cell is responsible for this transmission of inherent characters. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇങ്ങനെ ഒരു നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് നമ്മുടെ സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസ് ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ക്യാരക്ടേഴ്സ്, ഇൻഹെറന്റ് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിഷന് കാരണമാവുന്നത് എന്താണ്? നമ്മുടെ സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസ്. സോ അതിനെന്താ നമ്മൾ പറയാ? ഹെറിഡിറ്റി എന്ന് പറയും. ഹെറിഡിറ്റി. The particles in nucleus of the cell responsible for heredity. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ചില പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾ ആണ് ഈ ഹെറിഡിറ്റിക്ക് കാരണമാവുന്നത്. കോൾഡ് ക്രോമോസോം, which are made up of proteins and another type of biomolecule called nucleic acid. അതായത് ന്യൂക്ലിയസിനുള്ളിലെ ക്രോമോസോം ആണ് ഹെറിഡിറ്റിക്ക് കാരണം. ഈ ക്രോമോസോമെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസും അതുപോലെ തന്നെ വേറെ അനദർ ടൈപ്പ് ഓഫ് ഒരു ബയോമോളിക്യൂൾ ഉണ്ട്. ഏതാ? ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് ഈ ഒരു ക്രോമോസോം ഉണ്ടാക്കിയിരിക്കുന്നത്. These are mainly
of two types, deoxyribonucleic acid and ribonucleic acid. Since nucleic acid are long chain polymer of nucleotide, so they are also called polynucleotide. അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡ് ഇല്ലേ, ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബയോമോളിക്യൂളാണ്. ക്രോമോസോം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബയോമോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിക് ആസിഡിന് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡും റൈബോന്യൂക്ലിക് ആസിഡും. അതായത് DNA ആൻഡ് RNA. ഈ ന്യൂക്ലിക് ആസിഡ് എന്താണ്? ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള പോളിമർ ആണ്. പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്. അതായത് ന്യൂക്ലിയോടൈഡ്സ് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോളിമർ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? പോളിന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കാം. ന്യൂക്ലിക് ആസിഡിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിന്യൂക്ലിയോടൈഡ്സ്. ഇനി അടുത്തത് പറയുന്നത് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് നമ്മൾ പറഞ്ഞ DNA ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. അപ്പൊ അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ ആണ് ഇനി പറയുന്നത്. DNA എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോ ഈ DNA-ലും RNA-ലും എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട്. അതിനെ ബേസ് എന്ന് പറയും. ഇൻ DNA മോളിക്യൂൾ the sugar moiety is beta D2 deoxyribose, wherein RNA molecule it is beta D ribose. നമ്മുടെ DNA മോളിക്യൂളിലുള്ള ഷുഗർ ഏതാ? പെൻഡോസ് ഷുഗർ എന്നാ പറയുന്നത്. പെൻഡോസ് മീൻസ് 5 കാർബൺ ഉള്ള ഷുഗർ ആണ്. അപ്പൊ അത് ഏതാണ്? ബീറ്റ D2 ഡിയോക്സിറൈബോസ് ആയിരിക്കും. ആൻഡ് RNA-യിലുള്ളത് ഏതാണ്? ബീറ്റ ഡി റൈബോസ്. സോ ഇത് RNA-യിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ ആണ്. ഈ ബീറ്റ D2 ഡിയോക്സിറൈബോസോ DNA-യിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ്. സോ ഇതാണ് ആ സ്ട്രക്ചർ, DNA-യിലുള്ള ഷുഗറിന്റെയും RNA-യിലുള്ള ഷുഗറിന്റെയും. ഓക്കെ, അപ്പൊ നമ്മൾ ഷുഗർ എന്താന്ന്, അതായത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി DNA-യിലുള്ള അടുത്ത കമ്പോണന്റ് ഏതാണ്? നൈട്രജൻ ബേസ്. അപ്പൊ എത്ര നൈട്രജൻ ബേസ് ഉണ്ട്? 5 നൈട്രജൻ ബേസസ് ഉണ്ട്. 5-ല് അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇത് DNA-യിലുള്ളതും, യുറാസിലുള്ളത് ഈ തൈമിന് പകരം ആണ് RNA-യിൽ യുറാസിലുള്ളത്. അപ്പൊ DNA-യിൽ ഏതൊക്കെയാ ഉള്ളത്? DNA-യില് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ആൻഡ് RNA-ലോ അഡിനിൻ, തൈമിന് പകരം ഏതാണ്? യുറാസിൽ, ദെൻ ഗ്വാനിൻ, സൈറ്റോസിൻ. സോ DNA-യിലും RNA-യിലുള്ള നൈട്രജൻ ബേസസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. A unit formed by the attachment of a base to first position of the sugar is known as nucleoside. ആദ്യം ഒരു ന്യൂക്ലിക് ആസിഡ് എങ്ങനെ ഫോം ചെയ്യാം? ആദ്യം ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോസൈഡ് ആയിരിക്കും. ന്യൂക്ലിയോസൈഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു റൈബോസ് ഷുഗറും, റൈബോസ് അല്ല ഡിയോക്സി റൈബോസ്,
ഡിയോക്സി റൈബോസ് ഷുഗർ പ്ലസ് ബേസും കൂടി ചേർന്നിട്ടാണ് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുക. അവിടെ ഫസ്റ്റ് കാർബണിലാണ് കേട്ടോ ബേസ് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഷുഗർ പ്ലസ് ബേസ് ആണ് എന്ത് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. In nucleoside, the sugar carbons are numbered as first, second, third in order to distinguish these from the bases. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും ആ ബേസ് അറ്റാച്ച് ചെയ്ത കാർബൺ ഫസ്റ്റ് കാർബൺ, ദെൻ അത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് കാർബൺ. ഇനി ഫോസ്ഫോറിക് ആസിഡ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? ഈ ന്യൂക്ലിയോസൈഡില് ഫിഫ്ത്ത് പൊസിഷനിലുള്ള കാർബണിലാണ് ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ ഈ ഫിഫ്ത്ത് പൊസിഷനിലെ കാർബണില് ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. അപ്പൊ ഫസ്റ്റ് ഫോം ചെയ്യുക ന്യൂക്ലിയോസൈഡ് ആണ്. ഷുഗർ പ്ലസ് ബേസ് ചേർന്നിട്ട് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യും. ഈ ന്യൂക്ലിയോസൈഡില് ഫിഫ്ത്ത് കാർബണില് ഫോസ്ഫോറിക് ആസിഡ് ചേർന്നിട്ട് ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. Nucleotides are joined together by phosphodiester linkage between 5' and 3' carbon atoms of the pentose sugar. The formation of the typical dinucleotide is shown in figure. അതായത് then ഈ ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്യുന്നത് ബൈ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിയോടൈഡിന്റെ ഇടയിലുള്ള ലിങ്കേജ് ഏതാണ്? ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അപ്പൊ ഏതൊക്കെ കാർബൺ ആറ്റം തമ്മിലാണ് ലിങ്കേജ് സംഭവിക്കുക? ഫിഫ്ത്ത് ആൻഡ് തേർഡ് കാർബൺ ആറ്റംസ് ഓഫ് ദ പെന്റോസ് ഷുഗർ. അപ്പൊ അതിന്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. സോ ഇതാണ് രണ്ട് ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ആ ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിങ്ക് ചെയ്തിട്ട് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അപ്പോ പെന്റോസ് ഷുഗറിന്റെ തേർഡ് കാർബണും ആൻഡ് ഫിഫ്ത്ത് കാർബണും തമ്മിലാണ് അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ എന്ത് ഫോം ചെയ്തു? ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തു. കാരണം രണ്ട് ന്യൂക്ലിയോടൈഡ് ആണ് ലിങ്ക് ചെയ്തത്. അപ്പൊ എന്ത് ഫോം ചെയ്തു? ഡൈ ന്യൂക്ലിയോടൈഡ്. ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് ചെയിൻ. അപ്പൊ ഷുഗർ, ദെൻ ബേസ്, ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ദെൻ അഗൈൻ ഷുഗറും ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും തമ്മിൽ ഒരു ബോണ്ട് വന്നു. അതുപോലെ തന്നെ അഗെയിൻ ആദ്യം ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും തമ്മിൽ അഗെയിൻ ഒരു ബോണ്ട് വന്നു. ഇങ്ങനെ ബോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യും. Information regarding the sequence of nucleotide in the chain of nucleic acid is called primary structure. Nucleic acid have secondary structure also. So ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാ ഇതെന്താണ്? ചെയിൻ ആയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. ന്യൂക്ലിക് ആസിഡിന് സെക്കൻഡറി സ്ട്രക്ചർ കൂടിയുണ്ട്. അത് പ്രപ്പോസ് ചെയ്തത്, അതായത് DNA ഡബിൾ ഹെലിക്സ് മോഡല് പ്രപ്പോസ് ചെയ്തത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ് അത് പ്രപ്പോസ് ചെയ്തത്. ഡബിൾ ഹെലിക്സ് മോഡല്, അതായത് രണ്ട് ന്യൂക്ലിക് ആസിഡ് ചെയിൻസ് ഹെൽഡ് ടുഗദർ ചെയ്യും. എന്നിട്ട് ഇതെങ്ങനെ കോയിൽ ചെയ്തിട്ട്, ഇതാണ് ഡബിൾ ഹെലിക്സ് മോഡല്. ഡബിൾ ഹെലിക്സ് ആയിട്ട് ഉണ്ടാവുക. സോ ഇൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിക് ആസിഡ് എന്തുണ്ടാകും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും ഇൻ ബിറ്റ്വീൻ ബേസ് പെയർസ്. ബേസ് പെയർസിന്റെ ഇടയിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. അഡീനിനും തൈമിനും തമ്മിൽ എന്താ? 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുക.
In secondary structure RNA, single stranded helix is present, which is sometimes fold back on itself. RNA molecule are of 3 types and they form different functions. They are named as messenger RNA, ribosomal RNA and transfer RNA. അപ്പോൾ RNA എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെന്താ? RNAക്ക് ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഡിഫറെന്റ് ഫങ്ഷൻസും ഉണ്ട്. മെസഞ്ചർ RNA ഉണ്ട്, റൈബോസോമൽ RNA ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ RNA ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു DNA സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ്. DNA is the chemical basis of heredity and may be regarded as a reserve of genetic information. And DNA is exclusively responsible for maintaining the identity of different species of organism over million of years. അപ്പോൾ എത്ര മില്യൺ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും DNA എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി എന്താ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. ഓരോ സ്പീഷീസിനും DNA എന്താ മാറ്റായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. DNA molecule is capable of self-duplication during cell division. അപ്പോൾ DNAക്ക് സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത്. എന്നിട്ട് എന്താണ്, ഐഡന്റിക്കൽ ആയിട്ട് DNA സ്ട്രാൻഡ്സ് ഡോട്ടർ സെല്ലിലേക്ക് കൊടുക്കും. Another important functions of nucleic acid is the protein synthesis in cell. ന്യൂക്ലിക് ആസിഡിന്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് പ്രോട്ടീൻ സിന്തസിസ്. ആക്ച്വലി എന്താ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത് RNA മോളിക്യൂൾ ആണ്. ബട്ട് അതിനുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്? DNA ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുള്ള ഭാഗമാണ് ഹോർമോൺസിനെ പറ്റിയിട്ട്. ഹോർമോൺസ് ആർ മോളിക്യൂൾസ് ദാറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. അതായത് സെൽ ടു സെൽ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഹോർമോൺസ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ endocrine glands in the body and are poured directly into bloodstream which transports them into site of action. ഇപ്പോൾ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അത് ഡയറക്റ്റ്ലി നമ്മൾ ബ്ലഡിലേക്ക് കൊടുക്കും. എന്നിട്ട് നമുക്ക് എവിടെയാണോ ആക്ഷൻ വേണ്ടുന്നത് ആ സൈറ്റ് ഓഫ് ആക്ഷൻ്റെ അടുക്ക ട്രാൻസ്പോർട്ട് ചെയ്യും. ഇൻ ടേംസ് ഓഫ് കെമിക്കൽ നേച്ചർ സം ഓഫ് ദീസ് ആർ സ്റ്റിറോയിഡ്. എക്സാമ്പിൾ ഈസ്ട്രജൻ ആൻഡ് ആൻഡ്രോജൻ. സോ സ്റ്റിറോയിഡ്സ് ഹോർമോൺ ആണ് ഈസ്ട്രജനും ആൻഡ്രോജനും. Some are polypeptide, for example, insulin and endorphins. Some other are amino acid derivatives such as epinephrine and norepinephrine. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഹോർമോൺസ് ഉണ്ടെന്നാ പറയുന്നത്. Hormones have several functions in the body. They help to maintain the balance of biological activities in the body. The role of insulin in keeping the body glucose level within the narrow limit is an example of this function. ഹോർമോൺസിന് നമ്മുടെ ബോഡിയിൽ സെവറൽ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ഹോർമോൺസ് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്ന the role of insulin in keeping the body, ഇൻസുലിൻ ആണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവല് എന്തായിട്ട് ആ ഒരു നോർമൽ ലെവലിലേക്ക് നിർത്തുന്നത്. ഇൻസുലിൻ ഈസ് റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു റാപ്പിഡ് റൈസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ റിലീസ് ചെയ്യും.
On the other hand, hormone glucagon tends to increase the glucose level in the blood. On the other hand, എന്താ ഹോർമോൺ ഗ്ലൂക്കഗോൺ നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. The two hormones together regulate the glucose level. ഇൻക്രീസ് ചെയ്യും, ഇൻസുലിൻ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിന്റെ ലെവല് ഡിക്രീസ് ചെയ്യും. ദ ടു ഹോർമോൺസ് ആണ് ഗ്ലൂക്കോസിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത്. Epinephrine and norepinephrine mediate response to external stimuli. Growth hormones and sex hormones play a role in growth and development. Thyroxine produced in the thyroid gland is an iodinated derivative of amino acid tyrosine. And abnormally low level of thyroxine lead to hypothyroidism, and which is characterized by lethargies and obesity. Increased level of thyroxine cause hyperthyroidism. Low level of iodine in the diet may lead to hypothyroidism and enlargement of thyroid gland. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർതൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസം എന്താ, ലോ ലെവൽ ഓഫ് അയഡിൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യാൻ അത് കാരണമാകും. This condition is largely being controlled by adding sodium iodide to commercial table salt. ഇപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ടില് എന്താ സോഡിയം അയോഡൈഡ് ആഡ് ചെയ്താൽ മതി ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് ഗൊണാഡ്. Hormones released by the adrenal cortex play a very important role in the functions of body. For example, glucocorticoid control the carbohydrate metabolism. Carbohydrate metabolism control ചെയ്യുന്നത് ആരാണ്? Glucocorticoid hormone ആണ്. Modulate inflammatory reactions and are involved in reaction to stress. And the mineralocorticoid control the level of excretion of water and salt by the kidney. അപ്പൊ നമ്മുടെ കിഡ്നിയിലെ വാട്ടറിന്റെയും സോൾട്ടിന്റെ ഒക്കെ എക്സ്ക്രീഷൻ കൺട്രോൾ ചെയ്യുന്നത് മിനറലോകോർട്ടിക്കോയിഡ് ആണ്. ഇഫ് അഡ്രിനൽ കോർട്ടെക്സ് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, then one of the result may be Addison's disease characterized by hypoglycemia. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ട് ഉണ്ടാകുന്ന എന്താണ്, അഡിസൺ ഡിസീസ് എന്ന് പറയും. Weakness and increased susceptibility to stress. The disease is fatal unless it is treated by glucocorticoid and mineralocorticoid. Hormones released by gonads are responsible for development of secondary sex characters. So secondary sex characters വേണ്ടിയിട്ട് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് ഗൊണാഡാണ്. ടെസ്റ്റോസ്റ്റിറോൺ is major sex hormone produced in males, and it is responsible for development of secondary male characteristics, deep voice, facial hair, and also general physical constitution. And estradiol is the main female sex hormone, and it is responsible for development of secondary female characteristics and participating in the control of menstrual cycle. And progesterone is responsible for preparing the uterus for implantation of fertilized egg. അപ്പൊ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനാ സഹായിക്കുന്നത്, യൂട്രസിന് ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, പ്രൊജസ്ട്രോൺ ആണ്. അപ്പോ ഇത്രയാണ് ഈ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. Why can't vitamin C be stored in our body?
സ്റ്റോർഡ് ചെയ്യാൻ പറ്റാത്ത എന്താ? വിറ്റാമിൻ സി. വിറ്റാമിൻ സി ഈസ് വാട്ടർ സോലുബിൾ വിറ്റാമിൻ ആണ്, അതുകൊണ്ടാണ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. വാട്ട് പ്രൊഡക്റ്റ് വുഡ് ബി ഫോംഡ് വെൻ ദ ന്യൂക്ലിയോടൈഡ് ഫ്രം DNA containing thymine is hydrolyzed? എന്തൊക്കെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും? ഫോസ്ഫോറിക് ആസിഡ് ഫോം ചെയ്യും, തൈമിൻ ഫോം ചെയ്യും, അതുപോലെ തന്നെ ഡിയോക്സി റൈബോസും ഫോം ചെയ്യും. When RNA is hydrolyzed, there is no relationship among quantities of different base obtained. What does this fact suggest about structure of RNA? ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് RNA എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ബയോമോളിക്യൂൾസ്. സോ ഇവിടെ നമ്മുടെ സമ്മറി ഉണ്ട്, അതില് ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പഠിച്ചത് കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ പോളിഹൈഡ്രോക്സി, ആൽഡിഹൈഡിക് ഓർ കീറ്റോണിക് ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ എന്ത് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കി മോണോസാക്കറൈഡ്സിന്റെ എക്സാമ്പിളും അതിന്റെ സ്ട്രക്ചറും, ഡൈസാക്കറൈഡിന്റെയും സ്ട്രക്ചർ, പോളിസാക്കറൈഡ് ആയ സെല്ലുലോസും സ്റ്റാർച്ചിന്റെ ഒക്കെ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള്. അപ്പൊ കാർബോഹൈഡ്രേറ്റില് ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ എന്താ നെക്സ്റ്റ് പറഞ്ഞതാണ് നമ്മൾ പ്രോട്ടീനെ പറ്റിയിട്ട്. ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിന്റെ പോളിമർ ആണ്. അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അത് പെപ്റ്റൈഡ് ബോണ്ട് ആണ് അതിലുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എസെൻഷ്യൽ അമിനോ ആസിഡ്, അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിരുന്നു. പിന്നെ അടുത്ത പറഞ്ഞത് ഈ പ്രോട്ടീന്റെ സ്ട്രക്ചർ ആയിരുന്നു. സെക്കൻഡറി, പ്രൈമറി, ടേർഷ്യറി, ക്വാട്ടേണറി സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത് പ്രോട്ടീൻസ് ഉള്ള ചാപ്റ്ററിൽ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ബയോ കാറ്റലിസ്റ്റിനെ പറ്റിയിട്ട്. ഇപ്പൊ ബയോ കാറ്റലിസ്റ്റ് ഏതാ? എൻസൈംസ് ആണ് ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു വിറ്റാമിൻസിനെ പറ്റിയിട്ട്. വിറ്റാമിൻസ് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് ഉണ്ട്. അതിന്റെ ഡെഫിഷ്യൻസി പല ഡിസീസസിനും കാരണമാവുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. ദെൻ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഏതായിരുന്നു ടോപ്പിക്? ന്യൂക്ലിക് ആസിഡിനെ പറ്റിയിട്ട്. ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും DNA, RNA, ഇത് രണ്ടും നമ്മൾ പഠിച്ചത്. ഇതില് DNA ഡബിൾ ഹെലിക്സ് മോഡലാണ്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. ഇതിലുള്ളത് എന്തൊക്കെയാണ്? ഒരു ഷുഗർ ഉണ്ടാവും, പിന്നെ നൈട്രജൻ ബേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ.